റഹ്മാനിർ റഹീം. അപ്പോൾ എന്താ പറഞ്ഞത്, സൂറത്തുൽ ഹൂദിൻ്റെ 84-ാമത്തെ ആയത്ത് ഓതാണ്. വലാ തൻഖുസുൽ മിഖ്യാല വൽ മീസാന, വലാ തൻഖുസുൽ മിഖ്യാല വൽ മീസാന, ഡോണ്ട് ഡിക്രീസ് ഫ്രം ദ മെഷർ ആൻഡ് സ്കെയിൽ. അളക്കുന്നതിലും തൂക്കുന്നതിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൽ, ആ ഒരു ഉപകരണത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. 84 അല്ലേ, ഒരു മിനിറ്റ്. വയാ കോമി അതന്നെയല്ലേ, വയാ കോമിയില്ലേ 84. ഫുൾ മിക്കിയാല ഔഫു മിക്കിയാല വേൽവല. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ. 84-ലാണ്, ഞാൻ 83-ആണ് നോക്കണത്. ലാ തൻഖുസു, നിങ്ങൾ കുറവ് വരുത്തരുത്. ലാ എന്നുള്ളത് നഫിയാണ് അല്ലേ, നഫിയല്ല നഹി, ഹർഫുൻ നാഹിയ, ഹർഫുൻ നാഹിയ. ലാ വാവു ഹർഫുൽ അത്ഫ് മബനിയുൻ അലൽ ഫതഹി. ലാ ഹർഫു നഹിയിൻ, ലാ നഹിയിൻ. തൻഖുസു ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിഖദ്ഫി നൂനി, അല്ലെങ്കിൽ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ വഅലാമതു ജസ്മിഹി ഖദ്ഫു നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസതി. വാവുൽ ജമാഅത്തി ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. വലാ തൻഖുസു അൽ മിഖ്യാല മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമതു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. വൽ മീസാന വാവ് ഹർഫുൽ അത്ഫ് മബനിയുൻ അലൽ ഫതഹി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. അൽ മീസാന ഇസ്മുൻ മഅതൂഫുൻ, അല്ലെങ്കിൽ മഅതൂഫുൻ അലാ മിഖ്യാല, മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. നിങ്ങൾ അപ്പോൾ മിഖ്യാല നഖസ യൻഖുസു അല്ലേ, കാല യക്കീലു, വസന യസിനു. ലഅല്ലല്ലാഹ യഹ്ദീഹി, അള്ളാഹു അവന് ഹിദായത്ത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിന് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു അവന് ഹിദായത്ത് നൽകട്ടെ. ഐ ഹോപ്പ് അള്ളാഹ് വിൽ ഗൈഡ് ഹിം. അള്ളാഹുവിന് ഹിദായത്ത് നൽകട്ടെ, ഹിദായത്ത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലഅല്ല ഹർഫു പ്രതീക്ഷയാണല്ലോ, ഹർഫു തെർജി അല്ലേ, ഹർഫു തെർജി മബനിയുൻ അലൽ ഫതഹി. അല്ലാഹ ലഫ്ലുൽ ജലാല ഇസ്മുൽ അല മൻസൂബുൻ. യഹ്ദീഹി യഹ്ദീഹി യഹ്ദി യഹ്ദീഹി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ ഹദ യഹ്ദി അല്ലേ, ബിളമ്മത്തിൽ മുഖദ്ദരി അല്ലേ, ലിസ്സിഖലി ഭാരം കാരണം, ളമ്മത്തിൽ മുഖദ്ദരി ലിസ്സിഖലി. വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൽ ഹാഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. ഹദാ യഹ്ദി. കറക്റ്റായില്ലേ, ശരി. അതുരീദു അൻത ഷൈഅൻ യാ അഹ്മദു. ഷാമാണ് ചോദിക്കണം അല്ലേ, അഹ്മദിനോടാ ചോദിക്കണം. മുഹമ്മദ് അല്ലേ? പറഞ്ഞില്ല അല്ലേ. അൽ ജുംലത്തുൽ ഫിഅലിയ, ആ ജുംലത്തുൽ ഫിഅലിയ ആയിട്ട് യഹ്ദീഹി എന്ന് പറയുമ്പോൾ ജുംലത്തുൽ ഫിഅലിയ അല്ലേ. അൽ ജുംലത്തുൽ ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ ഖബറുൽ അല്ല കേട്ടോ. വേറെ അപ്പോൾ ഹിഷാമിനോടാണ് അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അഹ്മദിനോടാണ് ചോദിക്കണത്. അപ്പോൾ ഹിഷാം ഉപ്പ ആയിരിക്കണം, ഉമ്മു അഹ്മദ ഉമ്മ, അഹ്മദ കുട്ടി, അങ്ങനെ ആയിരിക്കും. അതുരീദു അൻത ഷൈഅൻ യാ അഹ്മദ്. അഹ്മദേ നിനക്ക് എന്തെങ്കിലും വേണോ, ഡു യു വാണ്ട് എനിത്തിങ്, നിനക്ക് എന്തെങ്കിലും വേണോ ചോദിക്കണം. ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം. തുരീദു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇൽ വേണ്ട അല്ലേ. തുരീദു അൻത, നിനക്ക് വേണമെന്നല്ലേ. അപ്പോൾ അൻത വീണ്ടും പുറത്തിട്ടുണ്ട് അല്ലേ. ഫിഅലുൻ മുളാരി മർഫൂഉൻ ബിളമ്മത്തി. അപ്പോൾ അൻതനെ നമുക്ക് ഫായിലാക്കി പറയാം. വമീറുൻ, എന്തായാലും അൻത അവിടെ നിനക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തൗക്കീദിന് വേണ്ടിയിട്ടാണ് വീണ്ടും അൻത കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അൻത ലമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. ഷൈഅൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. യാ ഹർഫു നിദാ മബനിയുൻ അലൽ സുകൂനി. അഹ്മദു മുനാദ മബനിയുൻ അലൽ ളമ്മി ഫി മഹല്ലി നസ്ബിൻ.
അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ഖാല അഹ്മദ് പറഞ്ഞു നഅം അതേ, ഉരീദു മിസ്തറത്തൻ വമിംഹാത്തൻ വമിബറാത്തൻ. എനിക്ക് എന്തൊക്കെ വേണം? മിസ്തറത്തൻ എന്ന് പറഞ്ഞാൽ സ്കെയിൽ, റൂളർ എന്ന് പറയില്ലേ. മിംഹാത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഇറേസർ, മൈക്ക റബ്ബർ എന്നൊക്കെ പറയും, മൈക്ക റബ്ബർ അങ്ങനെ. മിബറാത്ത് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്നർ, പെൻസിൽ കട്ടർ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, ഷാർപ്പ്നർ. അപ്പോൾ എനിക്ക് ഐ വാണ്ട് എ റൂളർ, റൂളർ എന്ന സ്കെയിൽ കേട്ടോ, എൻ ഇറേസർ ആൻഡ് എ ഷാർപ്പ്നർ. അപ്പോൾ എനിക്കൊരു സ്കെയിലും ഒരു റബ്ബർ എന്നൊക്കെ പറയും, മൈക്ക റബ്ബർ, മിബറാത്തൻ ഒരു കട്ടറും വേണം എന്ന് പറഞ്ഞു. ഉരീദു നഅം ഹർഫു ജവാബിൻ, ഉരീദു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. മിസ്തറത്തൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ വാവു ഹർഫുൽ അത്ഫ്. മിംഹാത്തൻ മഅതൂഫുൻ അലാ മിസ്തറത്തൻ വാവു ഹർഫുൽ അത്ഫ്. മിബ്റാത്തൻ മഅതൂഫുൻ അലാ മിസ്തറത്തൻ മൻസൂബുൻ. മഅതൂഫുൻ മൻസൂബുൻ എന്നൊക്കെ ചിലതിൽ കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് ഖാല ഹിഷാം പറഞ്ഞു ഹാതി മിഫ്താഹ സയ്യാറത്തി മിൻ ഗുർഫത്തി. ബ്രിങ് ദ കാർ കീ ഫ്രം മൈ റൂം. എൻ്റെ മുറിയിൽ നിന്നും കാറിൻ്റെ താക്കോൽ കൊണ്ടുവരൂ. ഹാത്തി നീ കൊണ്ടുവരൂ അല്ലേ. ഹാത്തി ഫിയലു അംറിൻ മബനീൻ അലൽ കസ്രി അല്ലേ. നീ കൊണ്ടുവരൂ പറയുമ്പോൾ വൽഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഇവിടെ ഹാത്തിക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? ജാമിദ് പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഫിഅലു അംറാണ്, പിന്നെ അംറിൻ വജാമിദുൻ അല്ലേ. ജാമിദ് ശരി. പിന്നെ ഫായിലു മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. മിഫ്താഹ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു ളാഹിറ വഹുവ മുളാഫ്. അസ്സയ്യാറത്തി മുളാഫുൻ ഇലൈഹി. മിൻ ഗുർഫത്തി ജാറുൻ വമജ്റൂറു വഹുവ മുളാഫ്. യാ മുതകല്ലിം മുളാഫുൻ ഇലൈഹി. അന ലദയ്യ ബാബിൽ മിസ്അദി. അങ്ങനല്ലേ, ലത എന്നാണ് കേട്ടോ. അന ലദ ബാബിൽ മിസ്അദി. ഞാൻ ലിഫ്റ്റിൻ്റെ വാതിലിൻ്റെ അടുത്താണ്. എന്താന്നുള്ള അർത്ഥമല്ലേ വരുന്നത്? എന്താന്നുള്ള അർത്ഥമാണ് ഇല്ല അതൊക്കെ ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു മുൻപത്തെ ഏതൊരു ഒന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ഞാൻ ലിഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. ലത. അപ്പോൾ പിന്നെ അപ്പോൾ എങ്ങനെയാ പറയാ? ലത എന്ന് പറയുമ്പോൾ അല്ലേ, ഇന്ത്യന്നാണോ? അപ്പൊ ഇന്ദൽ ബാബി അല്ലേ, കറക്റ്റ്. ഇന്ദൽ ബാബി അല്ലേ. അന ഇന്ദൽ ബാബിൽ മിസ്അദി എന്നാണ് അർത്ഥം കേട്ടോ. ഞാൻ വാതിലിൻ്റെ അടുത്തുണ്ട്. ഇന്ദ വേറെപ്പോടെ ഞാൻ ഈ ആമത്തക്കലിലേക്ക് ചേർന്നോ എന്നൊരു ഡൗട്ട് അടിക്കുകയാണ്. എന്താന്നുള്ള അർത്ഥം കേട്ടോ. ശരി. അപ്പോൾ അന ളമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദ. ലദ നമ്മുടെ എന്താ പറയുക, കയ്യിൽ പോയല്ലോ. ലത ഇന്ദ എന്ന് പറയുമ്പോൾ ലൊർഫ് അല്ലേ. അതെ, അടുത്ത് എന്ന് പറയുമ്പോൾ ലൊർഫ് മക്കാനിൻ ഷിബ്ഹു ജുംല ഖബർ വഹുവ മുളാഫ്. ബാബി മുളാഫുൻ ഇലൈഹി വഹുവ മുളാഫ്. അൽ മിസ്അദി മുളാഫുൻ ഇലൈഹി. സഈദ എന്ന് പറഞ്ഞാൽ കയറുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലൊക്കെ. യസ്അദു കയറുന്നു. സഈദ യസ്അദു അതിൻ്റെ ഇതാണ് മിസ്ആദ്, കയറുന്നത്, എലവേറ്റർ എന്നൊക്കെ. അതിൽ ആ തംരീനിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റ് ഒക്കെ പറയില്ലേ, ലിഫ്റ്റിൻ്റെ എലവേറ്റർ, ലിഫ്റ്റ് എന്നൊക്കെ പറയും. ലിഫ്റ്റ് പലയിടത്തും പല രീതിയിൽ പറയും. ലിഫ്റ്റില്ലേ, നമ്മൾ താഴത്തേക്ക് മുകളിലേക്ക് പോകുന്ന എലവേറ്റർ ഇല്ലേ, ഓട്ടിസ് ലിഫ്റ്റ്, അത്. അപ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ അതല്ല ഉപയോഗിക്കുന്നത്. കയറുക, ഇറങ്ങുക. അപ്പോൾ തമാരീൻ കേട്ടോ. ഇതിൽ കുറേ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞില്ല. ഉണ്ടല്ലോ, സൂറത്ത് ഇബ്രാഹിമിലുണ്ട് കലിമത്തയ്യിബ് യസ്അദു എന്നും പറഞ്ഞൊരു ആയത്തുണ്ട്. കയറിപ്പോകുന്ന അല്ലേ. ശരി, എനിക്ക് കൂടുതൽ അറിയില്ല. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മാദാ തൊലബത് ഉമ്മു അഹ്മദ മിനസ്സൂഖി. ഉമ്മു അഹ്മദ്
എന്താണ് അങ്ങാടിയിൽ നിന്നും എന്താ പറയുക ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ ഉമ്മു അഹമ്മദ് ഓർഡർ ഫ്രം ദ മാർക്കറ്റ്. അങ്ങനെ എന്താ പറയുക, എന്താ മുഹമ്മദ് ഉദ്ദേശിച്ചത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്? എങ്ങനെ പറയാം? തൊലബത്ത് എന്ന് പറയാം. അപ്പം നമ്മൾ അവൾ ഉദ്ദേശിച്ചു, അവൾ ആഗ്രഹിച്ചു. തൊലബത്ത് എന്ന് പറയാം. തൊലബത്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം കേട്ടോ. മിഖറഫത്തൻ വമിഖലാത്തൻ വമിഖുവാത്തൻ വമിഖസ്സൻ. അടുത്തത് വമാദ തൊലബ അഹ്മദ. അഹ്മദ് എന്താണ് ഉദ്ദേശിച്ചത്? അഹ്മദ് എന്താ ഓർഡർ ചെയ്തത്? അത് അവസാനത്തെ ലൈനിലാണ്, അല്ല സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ അല്ലേ. അപ്പോൾ തൊലബ എന്ന് മാത്രം മതി. അവൻ ഓർഡർ ചെയ്തു, അവൻ ഉദ്ദേശിച്ചു. മിസ്തറത്തൻ മിംഹാത്തൻ അപ്പോൾ അത് അയ്യ ആയത്തിൻ യുരീദു ഹിഷാമുൻ അൻ യത്ലുവ അലൽ ബക്കാലിൽ ജദീദി വലിമാദ. പുതിയ ഗ്രോസറിൻ്റെ മേൽ ഏത് ആയത്ത് പാരായണം ചെയ്യാനാണ് ഹിഷാം ഉദ്ദേശിച്ചത്, എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ യുരീദു ഹിഷാമുൻ, ഹിഷാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല, അവൻ ഉദ്ദേശിച്ചു. യുരീദു ഹിഷാമുൻ അൻ യത്ലുവ അലൽ ബക്കാലിൽ ജദീദി. എന്നിട്ട് നമ്മൾ ആയത്ത് എഴുതാം. അൽ ബക്കാലിൽ ജദീദി ഏതായത്താ? ഖൗലുഹു തആല വലാ തൻഖുസുൽ മിക്യാല വൽ മീസാന. അതെ. പിന്നെ വലിമാദ എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ലി അന്നഹു അല്ലെങ്കിൽ ലി അന്ന ഹാദൽ ബക്കാലു, അല്ലെങ്കിൽ ലി അന്നഹു കാരണം അവൻ എന്നാ പറയാം. അല്ലെങ്കിൽ ലി അന്ന ഹാദൽ ബക്കാലു കാരണം ആ ഒരു ഗ്രോസർ എന്തായത് മുത്തഫിഫുൻ, അവൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവൻ ആണ്. ബാക്കി ഞാനത് ആ പേജൊക്കെ ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. പിന്നെ ആ പേജൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 5ാമത്തെ എക്സസൈസാണ് എടുക്കാത്തത് കേട്ടോ. അയ്യിൻ അതറിഞ്ഞെടുക്കാത്തത്. അയ്യിൻ അസ്മാ അൽ ആലത്തി. അയ്യിൻ എന്ന് പറഞ്ഞാൽ നീ നിർണ്ണയിക്കണം, സ്പെസിഫൈ ചെയ്യണം. അസ്മാ ഉൽ ആലത്തുകൾ, ഈ എന്താണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ പേരുകളൊക്കെ അതൊക്കെ നീ നിർണ്ണയിക്കണം. ഇസ്മുൽ ആലത്ത് ഫീമ യത്തി തുടർന്ന് വരുന്നതിൽ വദ്കുർ എന്നിട്ട് നീ സ്മരിക്കണം. വസന കുല്ല വാഹിദിൻ മിൻഹാദിൻ്റെ ഓരോന്നിൻ്റെയും വസിനെയും നീ പറയണം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് പറഞ്ഞില്ലേ? ഇത് എടുത്തിട്ടുണ്ടല്ലോ. ആറാമത്തെ പാഠം കഴിഞ്ഞിട്ട് എടുക്കാന്നും പറഞ്ഞിട്ട്. ആറാമത്തെ നമ്മളെന്ത് 7ാമതാണ് ടീച്ചറിന്റെ 6ആയി. ഇസ്തഖ്രിജ് മാ ഫി ദർസി മിൻ അസ്മാഇൽ ആലാത്തി. അതാണോ? അത് നിങ്ങൾ കണ്ടുപിടിച്ചോ? ഓരോരുത്തരായിട്ട് ഞാൻ ഓരോരുത്തരായിട്ട് പറയണം കേട്ടോ. പാഠത്തിൽ വന്നിട്ടുള്ള ഓരോ തുടക്കത്തിൽ നോട്ടിട്ട് ഇങ്ങനെ നോക്കി പറയണം കേട്ടോ. ഓർഡറിൽ പറയണം കേട്ടോ. എന്നിട്ട് പിന്നെ എന്ത് പറയണം? ഇസ്മുൽ ആലത്തും പറയണം, അതിൻ്റെ ഓരോന്നിൻ്റെയും വസിനും പറയണം കേട്ടോ. ഏത് ക്രിയയിൽ നിന്നാണ് അത് വന്നത് അതും പറയണം കേട്ടോ. ഓക്കെ, ഷായിൻത പറഞ്ഞോളൂ. മിഗ്റഖത്തുൻ. ഏതാ ഫിഅൽ? ഏതാ അല്ല ഫിഅൽ ഏതാ? ഫിഅൽ ക്രിയ. ഗറഫ. ശരി. അടുത്തത് വാഹിദ പറഞ്ഞേ. മിഖ്ലാത്തുൻ. ഏതാ ഫിഅൽ? കറക്റ്റ്. ഖല. ഇൻഷാബന പറഞ്ഞ അടുത്തത് മിക്വാത്തുൻ. ഫിഅൽ ഏതാ? ഖവ. അടുത്ത ആള് പറഞ്ഞേ. ജമീലല്ലേ? എത്രാമത്തെ എക്സസൈസ് ടീച്ചറെ? ഞാൻ കണ്ടില്ല. അപ്പൊ ഫാത്തിമ പറഞ്ഞോളൂ. ഞാനും പുറത്താണ് ടീച്ചറെ. ശരി. ഇനി ആരെങ്കിലും ഉണ്ടാ? സമീഹ പറഞ്ഞു. ശരി. ഏതാ ഫിഅൽ?
ഖസ്സ ആ ഖസ്സ കേട്ടാ ഖസ്സ. 6 കേട്ടാ. 6ാമത്തെ എക്സസൈസ് പാടത്തിലത്തെ ഇത് പറയാനാണ്, ഇസ്മുലാല പറയാനാണ് കേട്ടോ. ഖസ്സ. അടുത്തത് ആരുള്ളത്? ഞാനുണ്ട് ടീച്ചറെ. വായിച്ചോളെ, വായിച്ചോളൂ, പറഞ്ഞോളൂ. പാഠത്തിൽ നിന്ന് ഈ 7ാമത്തെ പാഠത്തിലെ ഇസ്മുലാല കണ്ടുപിടിക്കലാണ്. ഓക്കെ, നോക്കി. മിസ്തറത്തുൻ. ശരി. ഫേൽ അറിയോ? വരക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ സത്തറ കേട്ടോ. സത്തറ സത്തറ സത്തറ. ശരി, സത്തറ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വചനും പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വചനും പറയാൻ പറഞ്ഞിട്ട് ഫേലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഖറഖത്തുൻ്റെ വചല് മിഫ് ആലത്തുൻ, നിങ്ങൾക്ക് അറിയാലോ. മിഖലാത്തുൻ്റെതും അത് തന്നെ അല്ലേ? മിഖലാത്തുൻ്റെതും മിഫ് ആലത്തുൻ തന്നെയാണ്. മിക്വാത്തുൻ്റെതും അത് തന്നെയാണ്. പിന്നെ മിഖസ്സുൻ്റെത് ഏതാ വരുന്നത്? മിഖസ്സുൻ എന്ന് പറഞ്ഞത് മിഫ് ആലുൻ അല്ലേ? മിഫ് ആലുൻ, മിഖസുൻ. യെസ്, മിഫ് ആലുൻ കേട്ടോ. പിന്നെ മിസ്തറത്തുൻ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തന്നെ. ഏതാ? മിഫ് ആലത്തുൻ. മിഫ് ആലത്തുൻ. ഇനി ആരാ വായിക്കാനുള്ളത്? അല്ലെങ്കിൽ ഷായന്ത പറഞ്ഞോളൂ. മിംഹാത്തുൻ. ക്രിയ ഏതാണെന്നറിയോ? മിഫ് ആലത്തുൻ. അത് ക്രിയ ഏതാ? ഫേൽ ഏതാ? മായ്ക്ക. മഹാ. 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 അലിഫിട. മഹാ. അടുത്തത് ആരാ പറയുന്നത്? പറഞ്ഞേ. മിബ്രാത്തുൻ. ഫേൽ ഓർമ്മ ഉണ്ടോ? നമ്മളെ എക്സസൈസിൽ പഠിച്ചിട്ടുണ്ട്. ബറ. ഏതാ ഇത്? വസന ഏതാ? മിഫ് അലത്തുൻ. ശരി. അടുത്തത് നീ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഷബ്ന? മിഫ്താഹുൻ. ഏത് ഫേൽ പറഞ്ഞോളൂ. ഫതഹ. അതിന്റെ വസന മിഫ് ആലുൻ വസന. ഓക്കെ, അടുത്തത് ഇവര് പറഞ്ഞോളൂ. എന്നിട്ട് വാഹിദ പറഞ്ഞോളൂ. ഒരെണ്ണം കൂടി ഞാൻ കണ്ടോളൂ, ഞാൻ നോക്കിയിട്ട്. മിസ് ആദുൻ. മിസ് ആദുൻ. ലിഫ്റ്റ്. വസന ഏതാ? വസന ഏതാ? മിഫാലുൻ. ഏതാ ഫിഅൽ? ഏതാ ലാസ്റ്റ്? സഈദ. സഈദ. അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ടോ? എനിക്ക് എടുത്ത പോലെ ഒരു ഓർമ്മ. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അടിയിലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അടിയിലേയും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ എക്സസൈസ് അല്ലേ എടുക്കാനുള്ളൂ? അല്ല, വൊക്കാബുലറി. എക്സസൈസ് എല്ലാം കഴിഞ്ഞ് വൊക്കാബുലറി. വൊക്കാബുലറി അല്ലേ ഉള്ളൂ? ബാക്കിയെല്ലാം പറഞ്ഞതല്ലേ? ഉണ്ട്. ശരി, വൊക്കാബുലറി നോക്കിക്കോളൂ കേട്ടോ. അതിലെ കുറച്ച് വാക്കുകൾ, പുതിയ വാക്കുകൾ പഠിക്കാനുള്ളത് നോക്കി. ഇത്ര കൊടുത്തിട്ടുണ്ടല്ലേ? ത്വലിബത്തുൻ. ത്വലിബത്തുൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ടൈം പറഞ്ഞാൽ ശരിയാവുകയില്ല. അത് തേഴ്സ്ഡേ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഇട്ടതിൻ്റെ അടിയിലായിട്ട് കിട്ടി. അപ്പോൾ ഇതിൽ പറഞ്ഞ വൊക്കാബുലറി നോക്കാം കേട്ടോ. ഇതൊക്കെയാണ്. ത്വലിബത്തുൻ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്, ഡിമാൻഡ്. ത്വലിബാത്തുനാണ് അതിൻ്റെ ബഹുവചനം. ത്വലിബാത്ത്. തബഅൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്, തീർച്ചയായും. തബഅൻ. ഖംഹുൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, വീറ്റ്. അദസുൻ, ലെൻഡിൽ, പരിപ്പ് എന്നൊക്കെ പറയില്ലേ? അദസാത്തുൻ. അദസത്തുൻ. അദസുനും പറയും, അദസത്തുൻ, അദസാത്തുൻ എന്നും പറയും കേട്ടോ. അദസത്തുൻ എന്ന് പറയണോ? അടുത്തത് മിഖ്ലബുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ മഖാലിബ്, അതിൻ്റെ ക്ലോവർ ഉണ്ടെങ്കിൽ ആ എന്താ പറയുക, ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന നഖല്ലേ പക്ഷിൻ്റെ, അതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് തിറാസുൻ എന്ന് പറഞ്ഞാൽ മോഡൽ, പഴയ മോഡൽ, ഫാഷൻ മോഡൽ. അത്രിസത്തുൻ, തുറുസുൻ. അത് രണ്ടും അതിൻ്റെ ബഹുവചനമാണ്. അജുവദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയ്യീദിൻ്റെ ആണ് അല്ലേ? ഇസ്മു തഫ്ലീൽ ജയ്യീദ് കേട്ടോ. ജയ്യീദ് എന്ന് പറഞ്ഞാൽ ഗുഡ്. ഞാൻ ജദീദ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജദീദ് അല്ല, ജയ്യീദാണ്. ഞാൻ പാടെടുക്കുമ്പോൾ അങ്ങനെ തെറ്റി പറഞ്ഞിട്ടുണ്ട്. ജദീദ് അല്ല കേട്ടോ, ജയ്യീദാണ് കേട്ടോ. ജയ്യീദിൻ്റെ ഇസ്മു തഫ്ലീലാണ് അജുവദ് കേട്ടോ. അജുവദ്.
മുത്തഫിഫുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഹൂ വെയ്സ് ഓർ മെഷേഴ്സ് ലെസ്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവൻ. മുത്തഫിഫൂൻ അതിൻ്റെ ബഹുവചനം. ബുറു എന്ന് പറഞ്ഞാൽ വീറ്റ് തന്നെ കേട്ടോ. അപ്പോൾ രണ്ട് വീട്ടുണ്ട്, കംഹുനും വീറ്റാണ്, ബുറുനും വീറ്റാണ്. രണ്ടിനും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഞാൻ കണ്ടത്, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കംഹുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കന്നുകാലികൾക്കൊക്കെ കൊടുക്കൂലേ, ആ രീതിയിലുള്ള വീറ്റും നമ്മൾ ഉപയോഗിക്കുന്നതിന് ബുറു എന്നാണ് പറയുന്നത് തോന്നുന്നു. വല്ലാഹുല നോക്കണം. ആലത്ത് എന്ന് പറഞ്ഞാൽ ടൂള്. പറഞ്ഞാല് അതിന്റെ മാവ് ആണ് ഉദ്ദേശിച്ചത്. ആ, ഗോതമ്പ് മാവ് അല്ലേ, അതന്നെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണത് മറ്റേത് മറ്റേ അതിൻ്റെ റോ ആണ് അല്ലേ, ഗോതമ്പ്. ഗോതമ്പ് മറ്റേത് ഗോതമ്പ് മാവ്. ശരി. ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം, ആലാത്തുൻ ഉപകരണം. ദി അബു എന്ന് പറഞ്ഞാൽ ചെന്നായ, വൂൾഫ്. ദി ആബുൻ ചെന്നായകൾ. നമിറുൻ എന്ന് പറഞ്ഞാൽ ലിയോപ്പാഡ്, ടൈഗർ. ടൈഗർ എന്ന് പറഞ്ഞാണെങ്കിൽ ലിയോപ്പാഡ് ഒന്ന് തന്നെ അല്ലേ. മറ്റേ എന്തെങ്കിലും പറയാം, കടുവേ, ടൈഗർ കടുവ അല്ലേ, കടുവ അല്ലേ. അത് രണ്ടും നുമൂറിനാണ് അതിൻ്റെ ബഹുവചനം. നമീറു എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി, അതൊക്കെ തന്നെയാണ്. പക്ഷെ കടുവ എന്നാണ് ഇവിടെ. ടൈഗർ നമ്മുടെ കടുവ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. രണ്ടും നമ്മൾ രണ്ടായിട്ടാണ് പറയാറ്, ഇതിൽ ഒന്നായിട്ടാണ് കിടക്കുന്നത്. വയലു എന്ന് പറഞ്ഞാൽ നാശം, പിന്നെ അപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. വയലുൻ. വദ്ദ മറ്റേട്ടാ, കണ്ണാണെന്നില്ല. ശരി, അടുത്തത് വദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട പറയുക കേട്ടോ. ടു ബൈഡ് ഫെയർവെൽ, വിട പറയുക. വിട പറഞ്ഞു എന്നാണ് വദ്ദ യുവദ്ദി ഉ തൗദിഅൻ. വദ്ദ യുവദ്ദി ഉ തൗദിഅൻ. പിന്നെ സേ ഗുഡ് ബൈ. പിന്നെ വദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട പറയൽ. ബറ യബരി, ഒരു മിനിറ്റ് കേട്ടോ. ബറ എന്ന് പറഞ്ഞാൽ മൂർച്ച കൂട്ടുക. ബറ മൂർച്ച കൂട്ടുക കേട്ടോ. ടു ട്രിം, ഷാർപ്പ്നർ, ട്രിം ഉണ്ട്. പെൻസിൽ മൂർച്ച കൂട്ടുക, ട്രിം ചെയ്യുക, അങ്ങനെ ട്രിം ചെയ്യാനൊക്കെ പറയില്ല, ഇങ്ങനെ കട്ട് ചെയ്യുക, അതിനൊക്കെ ഉപയോഗിക്കുക. പിന്നെ മിബ്രാത്ത് എന്ന് പറഞ്ഞാൽ പെൻസിൽ ഷാർപ്പ്നർ. കൊല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടു ഫ്രൈ, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ. കൊല ഫ്രൈ ചെയ്യുക, പൊരിക്കുക. അടുത്തത് മഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മഹ മായ്ക്കുക, ടു ഇറേസ്. കഴിഞ്ഞ ബുക്കിലുണ്ട് അല്ലേ. അവിടെ അധ്യാപകൻ മായ്ച്ചത് എന്തോ പറഞ്ഞപ്പോ അല്ലേ. മഹ യംഹു. മിംഹാത്തുൻ ഇറേസർ. കവ അയൺ ചെയ്യുക, തേക്കുക, ഇസ്തിരി വെക്കുക, ചൂട് വെക്കുക. യക്കുവി മുളാരി, കയ്യൻ. അത് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കയ്യൻ ഇസ്തിരി വെക്കൽ. മിക്കുവാത്തുൻ അയൺ ബോക്സ്, ഇസ്തിരി വെക്കുന്ന പകരം. സൊഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിലർ, അരിക്കുക അല്ലേ. യസ്ഫു സഫ്വൻ സഫാൻ, രണ്ടും വരും. മറ്റേ എന്താ പറയുക, അരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ. ടു അവിടെ സഫ, ടു ബി പ്യുവർ ആൻഡ് അൺപൊല്യൂട്ടഡ്. പ്യുവർ ആയിരിക്കുക എന്നല്ലേ, അരിക്കല്ലേ. സ്ട്രെയിനർ എന്നാണല്ലോ അർത്ഥം കൊടുത്തുള്ളത്. സോഫ അതായിരിക്കും. അതായത് അരിക്കുക തന്നെയാണ്, അതായത് പ്യുവർ ആക്കുക, അൺപൊല്യൂട്ടഡ് ആക്കുക, മാലിന്യത്തിൽ നിന്ന് മുക്താക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ റഖിയ എന്ന് പറഞ്ഞാൽ ടു ക്ലൈംബ്, കയറുക, അസെൻഡ്, കയറുക, കയറി, ഇറക്ക, കയറുക. റുഖിയൻ കയറൽ. റുഖിയൻ അതാണ് അല്ലേ. മിർക്കാത്ത് എന്ന് പറഞ്ഞാൽ കയറുന്ന സ്റ്റെയർ കേസിൻ്റെ പടിയിലെ സ്റ്റെപ്പ്, അത്. നഷറ എന്ന് പറഞ്ഞാൽ ടു സോ. സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണല്ല കേട്ടാ. ഈ സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റേ എന്തുട്ടാ പറയാനേ, അറക്കാന്നല്ല പറയാ, എന്താ പറയാ, വാളുകൊണ്ട് എന്താ ചെയ്യാ നമ്മള്, അറക്കല്, ഈർച്ചവാള് കൊണ്ടുള്ള അറപ്പ്, അതാണ് കേട്ടാ, അതാണ്. ഇതല്ല കേട്ടാ. ടു സോ ദ ഇൻസ്ട്രുമെന്റ്. മിൻഷാറു നഷറ യൻഷുറു, നഷറൻ മിൻഷാറു. നഷറക്ക് വേറെ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടാ. സ്പ്രെഡ് ചെയ്യണേനൊക്കെ നഷറ എന്ന് പറയും, നഷറ. പിന്നെ നമ്മൾ എവിടെയോ ഒരു പഠിച്ചില്ലേ, വാർത്തകൾ ഇതാ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, 2 പാഠം മുൻപ് എവിടെയോ വായിച്ചു പോയിട്ടുണ്ട്, അവിടെയുണ്ട്.
ഹറസ നിലം ഉഴുക, ഉഴുതു. യഹ്റുസു നിലം ഉഴുക, ഹർസൻ നിലം ഉഴൽ. മിഹ്റാസു എന്ന് പറഞ്ഞാൽ കലപ്പ, പ്ലോ. ജലജ സ്ലൈഡ് അലോങ്, യസ്ലജു ജൽജൻ. ജലജ എന്തായിരുന്നു? ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ജലജ. ഇതിൽ പഠിച്ചില്ലേ ജലജ? ജലജ എന്നുണ്ടെങ്കിൽ ഈ കുറ്റിയിടുക. പൂട്ടുക. പൂട്ടുകാരെ അല്ലേ? പൂട്ടുക. പൂട്ടൽ. മിസ്ലാജ് എന്ന് പറഞ്ഞാൽ ഓടാമ്പൽ അല്ലേ? ജലജ. മിസ്ലാജ് എന്ന് പറഞ്ഞെങ്കിൽ സ്ലൈഡിങ് ബോൾട്ട്, ഈ ഓടാമ്പൽ എന്നൊക്കെ പറയും മലയാളത്തിൽ, ഓടാമ്പൽ. പിന്നെ ഹക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റബ്ബ്, സ്ക്രാച്ച്. യഹുക്കു ഹക്കൻ, മിഹക്കുൻ. ഹക്ക പഠിച്ചില്ലേ നമ്മളതിൽ? എന്താ എന്താ പറയുക? ഇരമ്പ്, ഉരക്കുക, ഉരസുക. ഉരക്കല്ല് എന്നൊക്കെ പറയും. കണ്ടോ? ടച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഉരക്കല്ല്. നമ്മൾ കത്തിയൊക്കെ മൂർച്ച കൂട്ടാനായിരിക്കുമല്ലോ ഈ ഉരക്കുക എന്നൊക്കെ പറയുന്നത്. സ്ക്രാപ്പ്, ഉരക്കല്ല്. അരം എന്നാണ് പറഞ്ഞത്. മിബ്രത്തുനാണ് അല്ലേ? മിബ്രതുനാണ് അരം. ഇത് ഉരക്കുക, സ്ക്രാച്ച് ചെയ്യാന്ന് പറയാ. എവിടെയാണാവോ അത് വരുന്നത്? നോക്കാം. അടുത്തത് ഉരക്കല്ല്. ഉരക്കല്ല്. അടുത്തത് പറഞ്ഞത് കസ്സ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക. യഖുസ്സു കസ്സൻ, മിഖസ്സുൻ. പെയർ ഓഫ് സിസേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് സിസേഴ്സ് എന്ന് തന്നെ പറയാം അല്ലേ? കത്രികക്ക് എസ് ഇട്ടിട്ടാണ് പറയാൻ. രണ്ട് ഇത് കൂടിയിട്ടല്ലേ ഒരു സിസർ ഉണ്ടാവുന്നത്? പിക്ചർ കണ്ടോ? രണ്ട് ഭാഗങ്ങൾ കൂടിയിട്ടല്ലേ? അതായിരിക്കാം. ഖാദ എന്ന് പറഞ്ഞാൽ നയിക്കുക. ടു ലീഡ് എൻ എനിമൽ ബൈ എൻ ഹാൾട്ടർ. ഖാദ യഖൂദു ഖിയാദത്തൻ. അതിൻ്റെ ഇസ്മുലാല മിഖ്വദുൻ. ഹാൾട്ടർ സ്റ്റിയറിങ്. രണ്ടും പറയും. അതായത് ഒരു മൃഗത്തിനെ അങ്ങനെ നയിക്കുമല്ലോ. ഇവിടെ വന്നുള്ളൂ അല്ലേ? ഖാദ. ഒരു മൃഗത്തിനെ ഇങ്ങനെ തെളിക്കുക എന്നൊക്കെ പറയും. തെളിക്കുക ഖാദ യഖൂദു. തെളിക്കൽ ഖിയാദത്തുൻ. മിഖ്വദുൻ എന്നുള്ളതിന് ആ തെളിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ? നമ്മൾ സ്റ്റിയറിങ് ഉണ്ട്, കാറും തെളിക്കുകയാണല്ലോ. പിന്നെ അതുപോലെ ഖാദയുടെ അത് സ്റ്റിയറിങ് കാറും ഉണ്ട്. പിന്നെ തെളിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഖാദ നമ്മുടെ കടിഞ്ഞാണ്, മൂക്ക് കയർ എന്നൊക്കെ പറയില്ലേ? തെളിക്കുന്ന സാധനം കടിഞ്ഞാണ്, മൂക്ക് കയറൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ഖാദ പറഞ്ഞല്ലോ. മിഖ്വദുൻ പറഞ്ഞു. ഹലബ എന്ന് പറഞ്ഞാൽ പാൽ കറക്കണം തോന്നുന്നുണ്ട്. ഹലബ ടു മിൽക്ക്. യഹ്ലുബു ഹൽബൻ. മിഹ്ലബുൻ കറക്കുന്ന പാത്രം. ബറദ ടു ഫയൽ. യബ്റുദു ബർദൻ. മിബ്രദുൻ ഫയൽ മെറ്റൽ ടൂൾ വിത്ത് റഫ്. ബറദ എന്ന് പറഞ്ഞാൽ രാഗി എന്നാണ് കേട്ടോ. രാഗി മൂർച്ച കൂട്ടി. ഇവിടെ ഫയൽ നല്ല കൊടുത്തുള്ള എന്താണാവോ? മൂർച്ച കൂട്ടി എന്നാണ് പറയുക. ബറദ യബ്റുദു ബർദൻ. മിബ്രദു എന്ന് പറഞ്ഞാൽ ഇതാണ് അരം. മിബ്രദുൻ. ഇവിടെ ഫയൽ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല കേട്ടോ. മെറ്റൽ ടൂൾ വിത്ത് റഫ് സർഫസ് എന്നൊക്കെ ഉണ്ടാവും. നമ്മുടെ പണ്ടൊക്കെ കത്തി മൂർച്ച കൂട്ടുന്ന സാധനം അതാണ് മിബ്രദു. സായിദ കയറി. ടു ക്ലൈംബ്. അസെൻഡ് കയറി. യസ്അദു കയറുന്നു. സുഊദൻ കയറൽ. മിസ്അദുൻ കയറുന്നത്. എലവേറ്ററിന്ന് US ഇംഗ്ലീഷിലും ലിഫ്റ്റ് എന്ന് UK ഇംഗ്ലീഷിലും പറയും. ഖബല എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നൊക്കെ അല്ലേ? ഖബല യഖ്ബിലു ഖബുലൻ. മിഖ്ബലു എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ, പിടിക്കുന്ന സാധനം. ടു സീസ് ഗ്രാസ്പ്, പിടിക്കുക. സത്തറ എന്ന് പറഞ്ഞാൽ വരച്ചു, ഒരു വരക്കുക. സത്തറ യസ്തുറു സത്തുറൻ വരക്കൽ. അത് ടു ഡ്രോ ലൈൻ ഓൺ എ ഷീറ്റ് പേപ്പർ. അതിൻ്റെ ഇസ്മുലാലൻ മിസ്തറത്തുൻ. ലൈക്ക എന്ന് പറഞ്ഞാൽ ലിക്ക് ചെയ്തു, നക്കുക എന്നൊക്കെ പറയാം. നക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയും. ലിക്ക്. ലൈക്ക എൽ അഖു ലഅഖൻ. അതിൻ്റെ ഇസ്മുലാലയാണ് മിൽ അഖത്തുൻ. സ്പൂണ്. ലിറ്ററലി ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലിക്കിങ്. നക്കുന്ന ഒരു ഉപകരണം. ഗൊറഫ എന്ന് പറഞ്ഞാൽ സ്കൂപ്പ് ചെയ്തു, കോരി എന്നൊക്കെ പറയും. യഗൊരിഫു ഗൊറഫൻ. മിഗൊറഫത്തുൻ സ്കൂപ്പ്, ലാർജ് സ്പൂണ്. പിന്നെ ലാഡിൽ എന്ന് പറയും. അതിൻ്റെ ബഹുവചനം മഗാരിഫു. മംനു മിന സർഫാണ് കേട്ടോ. ആസ്വറ എന്ന് പറഞ്ഞാൽ പ്രസ്,
ഞെക്കി എന്നൊക്കെയുള്ള അർത്ഥം. സ്ക്വീസ് ചെയ്തു, ഞെക്കി പിഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ. യഅ്സിറു അസ്റൻ. ഗ്രേപ്സും ഒലീവ്സൊക്കെ ഞെക്കി പിഴിയാന്നൊക്കെ പറയില്ലേ. മിഅ്സറത്തുൻ അതിൻ്റെ ചെയ്യുന്ന ഉപകരണം, നമ്മൾ സ്ക്വീസ് ചെയ്യുന്ന ആ ഇതില്ലേ. മിക്സിന് എന്താ പറഞ്ഞത്? മിക്സിക്കൊരു പേരില്ലേ, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു തന്നാ മിക്സി മേസറത്തുനാണോ? ഗ്രൈൻഡറിന് താഹൂനാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. താഹൂന അറിയില്ല കേട്ടോ, നോക്കേണ്ടി വരും. മിക്സിന്ന് കൊടുത്തിട്ടില്ല ഇതിൽ. സ്ക്വീസ് ചെയ്യുന്ന ഒരു ഉപകരണം എന്നുള്ളതാണ്. തുറക്ക എന്ന് പറഞ്ഞാൽ ടു സ്ട്രൈക്ക് മെറ്റൽ വിത്ത് ഹാമർ. മേടുക, ഒരു മറ്റേ ഹാമർ ഉപയോഗിച്ചിട്ട് ചുറ്റിക ഉപയോഗിച്ചിട്ട് മേടുക, അങ്ങനെ സ്ട്രൈക്ക് അതാണ്. തുറക്കു തർക്കൻ, നമ്മൾ മുട്ടണേനും പറയും, നോക്കണേനും പറയട്ടാ തുറക്കാം. മിത്തുറക്കത്തുൻ അതാണ് ഹാമർ. ദല്ല അല ഷെയ്ഇൻ, ഏതെങ്കിലും ഒന്നിൽ എന്താ ഡിനോട്ട് ചെയ്യാം. ദല്ല അല ഷെയ്ഇൻ യദുല്ലു ദലാലത്തൻ. ദലാലത്തൻ ഒരു മിനിറ്റ്, ഇതെല്ലാം നോട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു സൂചിപ്പിക്കൽ അല്ലേ, നോക്കട്ടെ. ദല്ല എന്ന് പറഞ്ഞാൽ ദല്ല അല ഷെയ്ഇൻ എന്തിനെ സൂചിപ്പിക്കുക, സൂചിപ്പിച്ചു, സൂചിപ്പിക്കുന്നു. ദലാലത്തൻ സൂചിപ്പിക്കൽ. ഖാസ എന്ന് പറഞ്ഞാൽ അളന്നു. യഖീസു അളക്കുന്നു. ഖിയാസൻ അളക്കൽ. ഖിയാസുൻ അളക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. നസഹ ലഹു അവന് ഉപദേശിച്ചു. യൻസഹു നുസ്ഹൻ നസീഹത്തിന്, രണ്ടും ഇട്ടിട്ട് അതിൻ്റെ മസ്തർ ഉപദേശം. വാസിത്തത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസിത്തത്തുൻ മീൻസ് മീഡിയം. വസത്തുൻ എന്ന് പറഞ്ഞാൽ മിഡിൽ അല്ലേ, മീഡിയം എന്ന് പറയും. വസായിത്തു ബി വസായിത്തി മീൻസ് ഓഫ് ഇറ്റ്, ത്രോ ഇറ്റ്. ഏതിലാ വാസിത്തുനൊക്കെ വന്നത്? എക്സസൈസിലാ? ഇടത്തരം എന്നൊക്കെ പറയാട്ടാ, മീഡിയം, ഇടത്തരം. പിന്നെ ബിവാസിത്തത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസത്ത്. ഖുർആനിലൊക്കെ ഉണ്ട് ഉമ്മത്തുൻ വസത്ത് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിലെന്താണെന്ന് അറിയില്ല. അതിനിടയിലൂടെ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസിലോ എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടാവുമായിരിക്കും, എവിടെയെങ്കിലും ഉണ്ടാവും. പാടത്തില് പിന്നെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും വസത്ത് വന്നിട്ടുണ്ടോ? അറിയില്ല. ഖുർആനിലുണ്ട് ടീച്ചറെ, ഉമ്മത്തും വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അപ്പോൾ അത്രയും മതി കേട്ടോ. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു കേട്ടോ, അൽഹംദുലില്ലാ. ഇനിയൊന്നുമില്ല, ഞാനൊരു